വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് അത് ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അത് ഞാനൊരു പാത്രത്തിലിടണം. അതുപോലെ ബ്രെഡ് ക്രംസ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല. പിന്നെ ചിക്കനിൽ ഉപ്പിട്ടിട്ട് വേവിച്ചാണ്. എന്നാലും ഈ ഉള്ളിയും ഇതൊക്കെ ഇട്ടപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഇത് കോരി വീത്തണം. അതിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ച് വീത്തണം. കുറച്ച് വെള്ളത്തിൻ്റെ രൂപത്തിൽ വേണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു മുട്ടയും കൂടി വേണ്ടി വരും. നമുക്കതിൽ വീത്തണ്ടേ. അപ്പോൾ കുറച്ചും കൂടി ലൂസ് വേണം. അപ്പോൾ ഞാൻ 2 മുട്ടയും കൂടി ഇതിൽ വീത്തണം കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഭയങ്കര ചെറുതാണ്, കുഴികൾ. പിന്നെ ഇതിൽ ഫുള്ള് ഓയിൽ നമ്മൾ വീത്തണ്ട, കുറച്ച് വീത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അധികം മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ നിറച്ച് വീത്തി കൊടുക്കണ്ട. നമുക്ക് അതിലിടാം. എല്ലാ കുഴിയിലും നമ്മൾ വീത്താം. ചെറിയ സ്പൂണ് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഷേപ്പും കിട്ടും. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാ കുഴിയിലും നമ്മൾ ചിക്കൻ ഇട്ടുണ്ട്. ഇതൊന്ന് വേവണം. അപ്പോൾ നമ്മളത് സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നിറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ പോലെ ഇതിൽ ഒഴിക്കണ്ട കേട്ടോ. ഇതിൽ നേരിയതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അത് മറിച്ചിടാം. ഇത് നമ്മുടെ ചിക്കനൊക്കെ വേവിച്ചതല്ല, പിന്നെ അധികം വേവാണ്ടാവില്ല. നിങ്ങളൊന്ന് മൊരിഞ്ഞോട്ടെ. ഇപ്പം നടുവിലത്തെ 3 കുഴിയിലത്തെ ഉണ്ണിയപ്പം നന്നായിട്ട് മൊരിഞ്ഞു. അത് ഞാൻ എടുക്കാൻ പോവാ. നന്നായിട്ട് തീളായിരുന്നേ. പിന്നത്തെ ഒന്നുകൂടി ആവണം.
ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയിട്ടാ. നന്നായിട്ട് ഫ്രൈ ആയി. അതൊക്കെ ഞാൻ എടുക്കാം. നമ്മൾ നേരത്തെ വീറ്റ ഓയിലുണ്ട് ഇതില് ചട്ടിയിട്ട് കണ്ടാ, ഓയിൽ പിന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ പിന്നെ വീത്തേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ തുണ്ട് അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുത്താൽ മതി ഓയിൽ. ഇത് മൂടി ഫ്രൈ ആയിട്ടാ. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി. ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ്. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ. അതിൽ കുറച്ച് വ്യത്യാസമുള്ളൂ, കുറച്ച് മുട്ട കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നല്ല കുറച്ച് ഇങ്ങനെ വീത്തണ്ട പോലെ കിട്ടുള്ളൂ. അതുപോലെ ഞാൻ ചെയ്ത റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളെല്ലാവരും ഇത് വീഡിയോ കണ്ടോളൂ, ഫുള്ളായിട്ട് കണ്ടോളൂ. എന്നാലും നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.